എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ഇന്നലെ രാത്രി കിടന്ന സെയിം പമ്പിലേട്ടാ, നമ്മുടെ ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പിൽ കിടന്നു. ടെൻ്റൊക്കെ ഒതുക്കി ഇവിടെയാണ് ടെൻ്റ് അടിച്ചത്. ഇവിടെ ഒരു വണ്ടി അവർ വെച്ച് തന്നു. അതുപോലെ തന്നെ ബൈക്കും കാര്യങ്ങളൊക്കെ സേഫാക്കി ഇവിടെ അറേഞ്ച് ചെയ്ത് തന്നു. സൈക്കിൾ ഫുള്ള് സെറ്റാണ്. നമ്മുടെ ടോഡിൻ്റെ TD 850 ടെൻ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാക്കിങ് ഫുള്ള് കഴിഞ്ഞു. ഇന്നലെ രാത്രി ഇവരെന്നെ ഫുഡ് നിർബന്ധിച്ച് കഴിപ്പിക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കര സ്നേഹമായിരുന്നു ഇവർക്ക്. രാത്രി 9 മണി 9:30 ബിരിയാണി അവർ ഉണ്ടാക്കിപ്പിച്ച്, ചിക്കൻ ബിരിയാണി കൊണ്ടുവരിപ്പിച്ച്, നിനക്ക് ഏതാ ഇഷ്ടമെന്ന് ചോദിച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിപ്പിച്ച് രാത്രി 9:30 എന്നെ ഉറക്കപ്പച്ചീന്ന് വിളിപ്പ് എണീച്ച് നീ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് എന്നെ വീട്ടിൽ പോലും ഇത്ര നിർബന്ധിച്ചിട്ടില്ലേ ഗൈസ്. അങ്ങനത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നലെ ഈ പമ്പിൽ നിന്ന് കിട്ടിയത് കേട്ടോ. അപ്പോൾ हम चला है. थैंक्स अलॉट. थैंक यू. आपका नाम? सिद्धेश्वर. हाँ, एक दूसरा पंप है, एक 100 किलोमीटर से एक मोर पंप है. इसी रोड पे हमारा कोको पंप है. सेम पंप है वो. 80 किलोमीटर यहाँ से. 80 किलोमीटर इधर से. हाँ, कौन सा नेम? BP टेम्बुर्नी. BP टेम्बुर्नी. Okay, I will okay, thank you so much. Okay. അപ്പോൾ അവരൊക്കെയായിരുന്നു കേട്ടോ. ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. വേറെ 1-2 പേരുണ്ടായിരുന്നു. കാണുകയാണെങ്കിൽ യാത്ര പറയാം. അടിപൊളിയായിരുന്നു. ഇന്നലെ രാത്രി ഭയങ്കര ഇതായിരുന്നു. ഉറക്കം പോയി എന്നുള്ളൊരു ഉറക്കം ഞാൻ ഇരിപ്പിച്ചിട്ട് ഫുഡ് തന്നതെന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര സേഫ്റ്റി ആയിട്ട് അവരെന്നെ നോക്കിയിട്ടാ. അപ്പോൾ നമുക്ക് ടെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പയ്യെ വിടാം കേട്ടോ. 7:15 കേട്ടോ. 7:15 നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. പിന്നാലൊരു പട്ടി ഓടി വരുന്നുണ്ട്. 7:15 റൈഡ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കാരണം അവൻ പിന്നാലെ ഓടി വരുന്നുണ്ട്. അവൻ പേടിത്തൂർണ എന്നിട്ടവൻ പിന്നാലെ ഓടി വരുന്നേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 7:15 നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഉച്ച കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ കിലോമീറ്റർ കുറവാ പോകുന്നുള്ളൂ കേട്ടോ. ഈ കാലത്ത് 7 മണി തൊട്ട് പോകുന്ന കിലോമീറ്റർ തന്നെയാണ് പോകണുള്ളൂ. കാരണം ഉച്ചയ്ക്ക് വെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹെൽത്ത് ഭയങ്കര ഡൗൺ ആവും കേട്ടോ. അപ്പം ഞാൻ കാലത്ത് തന്നെ എണീറ്റ് റൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. ഇത് സ്ട്രെയിറ്റ് ഹൈവേ കേട്ടോ. ഈ സെയിം ഹൈവേ തന്നെയാണ് പൂനെയിലേക്ക് എത്താമെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഹൈവേ സ്ട്രെയിറ്റ് പൂനെയിലേക്ക് ഇന്ന് കൂട്ടുന്നത് പറയണം കേട്ടോ. ഇവിടുന്ന് 2600 കിലോമീറ്റർ ഉണ്ട് കാശ്മീരിലേക്ക്. 2600 കിലോമീറ്റർ കാശ്മീർ, 200 കിലോമീറ്ററിന് താഴെയാണുള്ളൂ പൂനെയിലേക്ക് കേട്ടോ. ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ കാലത്തോ നാളെ ഉച്ചയ്ക്കോ ഒക്കെ ആയിട്ട് എത്തും. ഹൈവേയിൽ പ്രത്യേകിച്ചൊന്നും കാട്ടാനില്ലെങ്കിൽ നമുക്ക് വേഗം പോവാം കേട്ടോ. എന്തായാലും കാഴ്ചകൾ വരുമ്പോഴാണ് നിർത്തി സമയം പോണത്. ഇന്നലെ ആ മുന്തിരിത്തോട്ടത്തിൽ കുറച്ചധികം സമയം പോയി. സോ നമുക്കെന്തായാലും പയ്യെ വിടാം. എന്തായാലും നോക്കി നോക്കാം. എൻ്റെ കാലത്തെ റുട്ടീൻ ഇങ്ങനെയാണ് കേട്ടോ. ഒരു അരമണിക്കൂർ റൈഡ് ചെയ്തു. ഇവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹോട്ടലിൽ എല്ലായിടത്തും പുറത്തായിരിക്കും പൈപ്പ്. എന്നുവെച്ചാൽ ലോറിക്കാർക്ക് അത് വേണ്ട. ലോറിക്കാർ ഒന്ന് കയ്യും വാങ്ങൊക്കെ കിടക്കുന്നത് വേണ്ട. ഇതൊരു ധാബ റെസ്റ്റോറൻറ്റ് ലോറിയോടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ അങ്ങനെ ചെയ്ത് വയ്ക്കും കേട്ടോ. സോ ഞാൻ ആ കയറിയ ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നാസ്ത ഓർഡർ ചെയ്തു കേട്ടോ. ഉപ്പുമാവ് ഉണ്ടോ? ഉപ്പുമാവ് അതിൻ്റെ മേലെ ചെറിയ നാരങ്ങ, മിക്സർ ഒക്കെ ഇട്ടിട്ടുണ്ടാ. ഉപ്പുമാവിൽ മിക്സറാ. പക്ഷെ എൻ്റെ പൊന്നി എന്തായാലും കഴിച്ചോ കേട്ടോ. ടേസ്റ്റ് നോക്കട്ടെ. നല്ലതാ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാണ് ഇവിടുത്തെ ഫുഡ്. എല്ലാത്തിലും മിക്സർ ഇടുന്ന കേട്ടെ. മോനെ എൻ്റെ ഒരു ഡ്രീം ബൈക്കിൽ ഒരാൾ ടൂർ ചെയ്യുന്നു. ഈശോ കൊതിയാവണേ.
God. Hi, sir. Hi. Kerala to Kashmir? Yes, sir. Too much, too much. You are from? I am from Hyderabad, going to Pune. Oh, Hyderabad to Pune. Yes. Oh, cool. I saw you a few kilometers back. You are cruising, so I didn't think you will stop here. Nice bike. Thank you. Nice bike. Yeah, thank you. Amazing Sorry, thing you're nice motorcycle, nice bike. No, but you are doing amazing, yeah. Kerala to Kerala to Kashmir. Yeah, I'm from Thrissur. Nice, very nice. Yeah, actually you look like Ajit sir. Ajit. Tala Ajit. There is a famous actor. Yes, yeah. Yeah, very similar face. Thank you. Sorry, your good name? Don. Don. Yes. Oh, cool. I know, I've heard about Ajit. I think he has the same bike also. Yeah. He actually drove to Ladakh. There is a few videos in social media. Yeah, I think he has the same bike. So where are you going to stop tonight? I don't know. It's 200 kilometers away from Pune right now. Right. Not 200 more. Yeah, 200. I don't know. In petrol bunks, hotels, lodges. Like that. Yeah, in a day I will cover almost 80 to 100 kilometers. So wherever I see a safe place, I will stay there. Very good. Keep it up. I'll follow you. Yeah. Anyway, thank you. Thank you. എൻ്റെ മോനെ എൻ്റെ ഒക്കെ ഒരു ഡ്രീം ബൈക്കാണ് ഇത്. കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒക്കെ ഒരെണ്ണെടുത്ത് പോകണം എന്നൊക്കെയാണ് ആഗ്രഹം. അതിന് നിങ്ങൾ വീഡിയോസ് കാണുന്നില്ലല്ലോ, ആരും കാണുന്നില്ല. എല്ലാവരും കാണൂ, സപ്പോർട്ട് ചെയ്യൂ മോനെ. അടിപൊളി ഇല്ലേ? നമ്മുടെ തല അജിത്തില്ലേ, ആളുടെ സെയ്യും കട്ട് അതേപോലെ കേട്ടോ. ഒരു 100-200 കിലോമീറ്റർ 100 കിലോമീറ്റർ എന്തായാലും ആയിട്ടാണ് കേട്ടോ മഹാരാഷ്ട്രയിൽ കൂടെ റൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. മഹാരാഷ്ട്ര ഫുള്ള് കരിമ്പിൻ കൃഷിയാണ് ഗൈസ്. കരിമ്പിൻ കൃഷി കൊണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ നല്ല വല്ല കരിമ്പുണ്ടെങ്കിൽ ചോദിച്ചു നോക്കണം കേട്ടോ. ഇത് കണ്ടിട്ടൊന്നും നല്ലത് തോന്നുന്നില്ലല്ലോ. നല്ല വല്ല കരിമ്പും ഒരെണ്ണം പറക്കുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അതും ചവച്ച് പോവേ. അണ്ണാ അച്ഛാ ദേ അച്ഛനല്ല കേട്ടോ, അച്ഛാ തും ദേ ദോ, അച്ഛാ വാല ഏക് ദേ ദോ തും. താങ്ക് യു. ഓ ഓക്കെ ഇറ്റ്സ് ഓക്കെ ഫൈൻ. ആ ബസ് സർ. थैंक्स भैया. हाँ किधर क्यों? केरला टू कश्मीर. अभी किधर? हाँ अभी हाँ पुणे. ओके बाय. താങ്ക് യു. നമുക്ക് കരിമ്പ് കിട്ടി കേസ്. കരിമ്പ് ചെണ്ടമ്മേ ഞാൻ പേടിച്ചു. പാട്ട് വെച്ചാ അവര് ട്രാക്ടറിൽ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ കേൾക്കാൻ പാകത്തിനുള്ള സൗണ്ടിലാണ് അവർ പാട്ട് വയ്ക്കുക കേട്ടോ. കാരണം ട്രാക്ടറിൻ്റെ സൗണ്ട് എപ്പോഴും കേട്ട് അവർക്ക് മടുത്തിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ചുറ്റളവിൽ ആ പാട്ട് കേൾക്കാം. അങ്ങനെ ഒരു ഇതിലാട്ടോ അവർ വയ്ക്കുക. ആള് നല്ല പദം വരുത്തിയിട്ടാ. കോയമ്പത്തൂർ സീരീസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, നല്ല പദം വരുത്തിയിട്ടുണ്ട്. മൂർച്ച നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. സാധനം നന്നായി. അത് അവിടെ നിന്ന് ചെയ്ത് കോയമ്പത്തൂരിൽ നിന്ന്. ഞാൻ പറഞ്ഞു ഇവിടെ വെച്ചു വിട്ടാ സൈക്കിൾ. ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുമത്. ഞാൻ അപ്പോൾ അത് കടിക്കാൻ വേണ്ടിയിട്ട് റൈഡ് ചെയ്യുമ്പോൾ കടിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം എടുത്തു. ഇത് കടിച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ സോലാപ്പൂർ അതുപോലെ തന്നെ പൂനെ ഹൈവേ ആണ്. ഒറ്റ സ്ട്രെയിറ്റ് ഹൈവേ ആണ് കേട്ടോ. വേറെ ഡീവിയേഷൻസ് കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ വിജനമായ കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടുന്ന്
കൃത്യം 200 കിലോമീറ്ററാണ് ഉള്ളത് സോലാപൂരിൽ നിന്ന് കേട്ടോ. നമ്മളിപ്പോൾ 180 കിലോമീറ്റർ കഴിഞ്ഞു, 100 കിലോമീറ്റർ അടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ തന്നെയാണെങ്കിൽ നൈസായിട്ട് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ നാട് പോലെയല്ല, ആവറേജ് 30 കിട്ടുന്നുണ്ട്. ഞാൻ മാപ്പിൽ നോക്കുമ്പോൾ കേട്ടോ, സ്ട്രാവയൊന്നും ഞാൻ യൂസ് ചെയ്യണില്ല, കാരണം ടൂറിങ്ങിൽ ആരും സ്ട്രാവ യൂസ് ചെയ്യില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ 2 ഫോണുണ്ട്, അതിൽ സ്ട്രാവ ഇട്ട് പറഞ്ഞ മാപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് പോകണ വഴി അറിയില്ല കേട്ടോ, പിന്നെ ക്യാമറയും. അപ്പോൾ ആവറേജ് അതിൽ നോക്കുമ്പോൾ റൈഡിങ് നോക്കുമ്പോൾ 25-30. ഞാൻ നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ റൈഡ് ചെയ്യണത് 20-25 ഉള്ളിലാട്ടാ. ലൈക്ക് തൃശ്ശൂരിൽ നിന്ന് കൊച്ചി ഒക്കെ റൂട്ട് പോകുമ്പോൾ. അപ്പോൾ ഇവിടെ ഇത് കൂടുതലാണ്. എൻ്റെ മോനെ നോക്കി വാഴത്തോട്ടം കേരളത്തിൽ നിന്ന് കഴിഞ്ഞ് പിന്നെ ഞാൻ വാഴത്തോട്ടം കണ്ടിട്ടില്ല കേട്ടോ. ഇത് അവിടെ ഫുള്ള് വാഴത്തോട്ടം, വലിയ വാഴത്തോട്ടം. ഇവിടെ വാഴയും വയ്ക്കില്ല. ഇപ്പോൾ ഞാൻ വാഴത്തോട്ടം കുറച്ചധികം നാളെ കണ്ടിട്ട്. അതാട്ട് ആ ഒരു കൗതുകത്തിൽ ഞാൻ പറഞ്ഞത് ഈ വാഴത്തോട്ടം എന്നുള്ളത്. മഹാരാഷ്ട്രയിലെ വാഴത്തോട്ടം. ഇവിടെ പ്ലംബിങ്ങിൻ്റെയും അങ്ങനത്തെ അയ്യോ പോയി പ്ലംബിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ കുറേ ഇതുകളുണ്ട് കേട്ടോ. കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെ. ഗൈസ്, ഇവിടെ ഹൈവേയിൽ ഫാം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഫാം. അപ്പോൾ ഓരോരോ കൃഷി സ്ഥലത്തിൽ നിന്ന് വന്ന് സ്റ്റോക്ക് ചെയ്യണമെന്നാണ്. അണ്ണാ ദേഖ് സക്താ. അപ്പോൾ ഇവിടെ മാതളം പോങ്ഗ്രമേറ്റിൻ്റെ ഇതുണ്ട് കേട്ടോ. കളക്ഷൻ സെൻ്ററാണെന്ന് തോന്നുന്നുണ്ട് ഇത്. നമ്മൾ സ്റ്റാൻഡ് ഒടിഞ്ഞിട്ടുള്ള കാരണം, ബെൻഡായിട്ടുള്ള കാരണം ഒരു പേടിയുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ओ फार्म है इधर, इसका फार्म हाँ फार्म में कलेक्ट कर दिया इधर. कलेक्ट अच्छा ऑन द वे देखता है वो फार्म, वो का फार्म. ഇതിൻ്റെ ഫാം ഉണ്ടായിരുന്നു കേട്ടോ. നോക്കിയേ, ഇതിവിടെ ഇതിവിടെ ഉണ്ടാവണമെന്നാണോ? ഒരു മിനിറ്റ്, ട്രാൻസ്ലേറ്റർ ഉണ്ടോ എടുക്കട്ടെ. ഇത് ഇത്രയും വലിയ പേരയ്ക്ക ഇത് പൊതിഞ്ഞിട്ട് ഇവിടുന്ന് കൊണ്ടുപോകണതാണോ? ഇത് ഇവിടുത്തെയാണ് കേട്ടോ ഈ ഫാം. നോക്കിയേ, ഇതെന്തൊരു സാധനം അണ്ണാ? ഓക്കെ ആപ്പിൾ ബെയറാ പിയറാ ഔട്ടാ. പിയർ. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടേ ഇവിടുത്തെ ഫാമിൽ ഉണ്ടാവണതാണോ എന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ഇതൊന്ന് കേട്ടോ നോക്കിയേ. ആ ഇത് ഓ ആ ഓക്കെ, ഇവിടെ തന്നെ ഉണ്ടാവണം കേട്ടോ. അടിപൊളി. ठीक है देखने के लिए आया. കൊള്ളാട്ടാ ഫാം. ഈ സാധനം ഞാൻ കുറേ കാണുന്ന ഈ സാധനം ഇവിടെ ഫുള്ളായിട്ട്. കൊള്ളാം, അടിപൊളി. जा रहा है कश्मीर जा रहा है. थैंक यू. हाँ 3000 किलोमीटर साइकिल में. हाँ കൊള്ളാട്ടാ. അവർക്ക് ഈ ബോർഡ് കണ്ടപ്പോൾ 2 തരാം. എൻ്റെ മോനെ ജാതി കളർ ഇട്ടാ പൊളിച്ച്. കൊള്ളാം. ആക്ച്വലി ഈ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ അവിടെ മണത്ത് ചെന്നതും, അത് വേറെ കാര്യം. അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച് തോട്ടത്തിൽ കയറി ഒരെണ്ണം പൊട്ടിച്ചാലോന്ന് കേട്ടോ. പിന്നെ ഇവിടെ അധികം പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് അടി വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോകാണ്ടിരുന്നത്. ഇതൊരെണ്ണം ഇപ്പോൾ കഴിക്കാൻ കഴിച്ചു. ഇത് എടുക്കാൻ പാകത്തിന് വയ്ക്കാം. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് വയ്ക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രസ്സിനൊക്കെ കറയാവും കേട്ടോ. സോ ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ആദ്യം തോട്ടത്തിൽ പോയിട്ട് പറിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അടി വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇവിടെ കളക്ടിങ് പോയിൻ്റ് ഉണ്ട് കേട്ടോ ഇവിടെ, അവിടെ നിന്ന് വാങ്ങിയത്. ഓരോരോ ഇതുകൾ രസമല്ലേ ഇതൊക്കെ. ഇപ്പം നമുക്ക് കരിമ്പുണ്ട്, അതുപോലെ തന്നെ മാതളമുണ്ട്. എനർജി ഇതായി സെറ്റായി. നമുക്കിനി പയ്യെ നീങ്ങാം. നമ്മൾ ഇന്നലെ താമസിച്ച രാത്രി ടെൻറ്റ് ചെയ്ത അതേ സെയിം കമ്പനിയാണ് കേട്ടോ. തെമ്പുരുണി ഭാരത് പെട്രോളിയം. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കാലത്ത് ഇറങ്ങുമ്പോൾ 10-80 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ തന്നെ പമ്പുണ്ട്, രാത്രി വേണമെങ്കിൽ അവിടെ കിടന്നോന്ന് കേട്ടോ. അതാണ് ഈ പമ്പ്.
ആ കമ്പനിയുടെ പേര് പറഞ്ഞപ്പോഴാണ് തെമ്പു എന്നാണ് പേര്. അപ്പോൾ കൃത്യം തെമ്പു എന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാ. ഇത് തന്നെയാണ് കേട്ടോ ഭാരത് പെട്രോളിയത്തിൻ്റെ തെമ്പുരുണി. പക്ഷെ നമുക്കിവിടെ കിടക്കേണ്ട ആവശ്യമില്ല, 12 മണി ആയിട്ടുള്ളൂ. നമുക്ക് ഇനിയും പോകാനുണ്ട്, സമയമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിർത്തണില്ല. കാരണം ഇനി 150 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ പൂനെ എത്തിയിട്ടാ. അപ്പോൾ ഞാനിന്ന് ആ ഒരു 50 കിലോമീറ്റർ കൂടി ചവിട്ടാമെന്ന് വിചാരിച്ചിട്ടാ ഉച്ച തിരിഞ്ഞിട്ടേ. അപ്പോൾ നാളെ രാത്രിയിലേക്ക് നമുക്ക് പൂനെയിലെത്താം. മഹാരാഷ്ട്ര കയറിയപ്പോൾ ഞാൻ കർണാടക തൊട്ട് ഞാൻ അങ്ങനെ വെള്ളം എടുക്കാറില്ല കേട്ടോ പെട്രോൾ പമ്പിൽ നിന്ന്. നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ പെട്രോൾ പമ്പിൽ നിന്ന് വെള്ളം എടുക്കും. അപ്പോൾ ഞാനൊരു ഇവിടുത്തെ പൊട്ടനോട് പറഞ്ഞു ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ഹോട്ടലിൽ നിന്ന് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ നിറച്ചിട്ട് ഈ കുപ്പിയിൽ നിറയ്ക്കാൻ. അവനെന്ത് ചെയ്തു, മിനറൽ വാട്ടറിൻ്റെ 2 കുപ്പി എടുത്തിട്ട് അത് ചൂടുവെള്ളം ആക്കിയിട്ട് ഈ സാധനത്തിലേക്ക് ഒഴിച്ചു. അപ്പോൾ അവർക്ക് കച്ചവടമായില്ലോ. മനസ്സിലായി. ഞാൻ കിച്ചണിൽ പോയിട്ട് 2 പാക്കറ്റ് വെള്ളം ചൂടാക്കിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ. എൻ്റെ മോനെ എജാതി പൊട്ടന്മാരെവിടെയുള്ള അവൻ്റെ മിടുക്ക് നോക്ക്. ഞാൻ ആ 20 രൂപ ലാഭിക്കാൻ വേണ്ടി, കാരണം വെള്ളം കുപ്പി എല്ലാ ദിവസവും ചിലവുകൾ ഇങ്ങനെ കുറേ കൂടുണ്ടേ. അപ്പം ഞാൻ പറഞ്ഞതാ ചൂടുവെള്ളം കുറച്ച് നിറക്കി, ചൂടുവെള്ളം കിച്ചണിൽ പോയിട്ട് ചൂടുവെള്ളം നിറച്ചാൽ മതിയെന്ന്. അപ്പോൾ അവന്മാരെന്ത് ചെയ്തു, നമ്മളെക്കാട്ടും അവന്മാർ ബുദ്ധി കൂടുതൽ പ്രയോഗിച്ചു. നമ്മളതിൽ ഉണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ 2 കുപ്പി പൊട്ടിച്ചിട്ട് ആ വെള്ളം ചൂടാക്കിയിട്ട് ഈ കുപ്പിയിൽ ഒഴിച്ചു തന്നിരിക്കുന്നു ഗൈസ്. എൻ്റെ ദൈവമേ, ഇവന്മാർ എനിക്ക് ചിരിയാ വന്നേ. അറിയില്ല ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ. നോക്കിയേ, ആളെ നിർത്തിയാക്കണം. നോക്കിയേ പാവസ്റ്റോ വെയിലത്തേ മുഖം മൂടിയിട്ട് നിർത്തിരിക്കുക. നമ്മളിപ്പോൾ 140 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഇനി കാലത്ത് 230 ഇപ്പോൾ 140 കിലോമീറ്റർ ബാലൻസ് പൂനെയിലേക്ക് കേട്ടോ. 4:30 4:30 ഞാനൊരു 3 പമ്പ് ഇതിൽ കണ്ടു, മാപ്പിൽ കണ്ടു. ഒരെണ്ണം കഴിഞ്ഞു. ഇനി വരുന്ന 2 എണ്ണത്തിൽ ഏതിലെങ്കിലും ടെൻ്റ് അടിക്കാൻ നോക്കണം കേട്ടോ. എന്നിട്ട് നാളെ കാലത്ത് വേണം നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പൂനെയിൽ. സോ അവിടെ കുറേ പോലീസുകാർ നിൽക്കുന്നുണ്ടല്ലോ. ബൈക്കുകാരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ട് കേട്ടോ. 3-4 പേര് പോലീസ് വെള്ളം ഇട്ടിട്ട് ഇതിൽ കൂടെ പോകാൻ കഴിച്ചു. ആ വഴി പൊട്ട വഴിയാ ഗൈസ്. ഒരു കിടിലൻ പമ്പ് ഇട്ടാ, പുതിയ പമ്പാന്നുകൊണ്ട് മാനേജറിനെ കണ്ടിട്ട് ഇന്നിവിടെ കൂടാൻ പറ്റുമെന്ന് ചോദിക്കണം. പുതിയ പമ്പാന്നുകൊണ്ട് ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ട് നോക്കിയേ, നൈസ് പമ്പ് ഇട്ടാ, അടിപൊളി ഗൈസ്. അടിപൊളി സ്ഥലം കേട്ടോ. ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് കിട്ടി, പുതിയതായിട്ട് ഡീലർഷിപ്പ് അങ്ങനെ എടുത്തതാണെന്ന് കൊണ്ടിട്ടോ ഈ സാധനം. അടിപൊളിയുണ്ട്, നല്ല ഇതുണ്ട്, ഈ ചാർജിങ്, അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ. ഇവിടെ അതൊന്നും ആയിട്ടില്ല. അടിപൊളി പമ്പ്. അവിടെ ഒരു കട്ടിലുണ്ട് കേട്ടോ. ഞാൻ പോയി ചോദിച്ച ഇതിൻ്റെ അവിടെ ഞാൻ ഇവിടെ ടെൻറ്റ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബാക്കിൽ 2 പട്ടിക്കൂടുകളുണ്ട്. അത് കുറച്ച് പണിയാവുമെന്ന് എനിക്കറിയില്ല രാത്രി, പക്ഷേ ഇന്ന് ഇവിടെ കൂടാട്ടോ. സോ ഇന്നിവിടെ ടെൻറ്റ് കൂടാൻ കഴിച്ചു. സോ വേറെ ഇനി നമുക്ക് 140 കിലോമീറ്ററാണ് ഇനിയുള്ളത്. 230 മൈനസ് 140 എത്രയാണ് വരണേ? അത്രയും കിലോമീറ്റർ ഞാനിന്ന് റൈഡ് ചെയ്തു കേട്ടോ. ഒരൊറ്റൊരു കാരണം കൊണ്ടാട്ടാ. സോലാപ്പൂർ പൂനെ എക്സ്പ്രസ് വേ അല്ല, നാഷണൽ ഹൈവേ. കിടിലം വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലം വഴി കേട്ടോ. ഞാൻ ഇതൊന്നും നോക്കിയോട്ടെ. 140 കിലോമീറ്ററാണ് ഇനിയുള്ളത്. ഏകദേശം ഒരു 90-100 കിലോമീറ്റർ അടുപ്പിച്ച് നമ്മൾ റൈഡ് ചെയ്തിട്ടുണ്ട്. 230-35 അത്രയും കൂടായിരുന്നു. എന്തായാലും 90-100 കിലോമീറ്റർ ആ രീതിയിൽ കവർ ചെയ്തു. ഇനിയും കവർ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്, കുഴപ്പമില്ല. നമുക്ക് അത്ര ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നമുക്ക് കാശ്മീർ വരെ എത്തണം ഗൈസ്. കാശ്മീർ വരെ എത്തേണ്ട കാരണം നമ്മൾ ഇന്ന് 4:30 ആയപ്പോൾ ഇന്ന് അവസാനിപ്പിച്ചു കേട്ടോ. നാളെ കാലത്ത് ഞാൻ എന്തായാലും അവിടുത്തെ ഒരാളെ വിളിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ ഹോസ്റ്റ് ചെയ്യാനാണെങ്കിൽ അവിടെ റൂം എടുക്കും, അല്ല അവരുടെ റൂമിൽ താമസിക്കും. അല്ലെങ്കിൽ ഞാൻ 2 ദിവസം പൂനെയിൽ താമസിക്കും കേട്ടോ. പൂനെ
ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇനി കാശ്മീർ ശരിക്കും ആക്ച്വലി എനിക്ക് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് വഴി ഗോവ, മംഗലാപുരം, ഗോവ, മുംബൈ ആ റൂട്ട് വേണമെങ്കിൽ ഈസി റൂട്ട് അത് പിടിക്കാം. ആ റൂട്ട് ഞാൻ ഗോവ ഓൾറെഡി ഒരു ബൈക്ക് പാക്കിംഗ് ട്രിപ്പ് ചെയ്തിട്ടുള്ള കാരണമുണ്ട് ആ റൂട്ട് പോകാത്തത്. ഇന്ന് ഈ വരുന്ന വഴി ഫുള്ള് ഒന്നോ രണ്ടോ ലോറിക്കാരൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എന്താ റൂട്ട് വരാത്ത വന്നുകൂടാ, അതെല്ലാം എളുപ്പം, ഇതിനെ കറങ്ങി തിരിഞ്ഞ് വന്നേന്ന്. കാരണം എനിക്ക് കുറച്ച് സ്ഥലങ്ങൾ കാണണമെന്നുണ്ടായിരുന്നു എന്തായാലും, അതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ട് പിടിച്ചത്. കോയമ്പത്തൂർ, മൈസൂർ, ചിക്കമംഗ്ലൂർ വഴി ഈ റൂട്ട്, ഹംപി ആ റൂട്ട് പിടിച്ചത്. അപ്പോൾ വേറെ ശരിക്കുള്ള അപ്പുറത്തെ വഴി ഉണ്ട് ശരിക്കും സ്ട്രെയിറ്റ്, അത് കുറച്ചുകൂടി ഷോർട്ട് കട്ടാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ 140 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ രാത്രിയിലേക്ക് എന്തായാലും, നാളെ രാത്രി പെട്രോൾ പമ്പല്ല കേട്ടോ, നാളെ രാത്രി റൂം എടുക്കുമായിരിക്കും. ഹോസ്റ്റൽ മിക്കതും ഹോസ്റ്റലായിരിക്കും. സോ ഇവിടെ ടെൻ്റ് അടിക്കുക, നമ്മുടെ ടോഡോട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാം സെറ്റ്. സോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, രാത്രി പോയിട്ട് ഫുഡ് കഴിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ടെൻ്റ് അടിക്കണമെന്നൊന്നും പ്രത്യേകിച്ച് കാണണമെന്നില്ല, എല്ലാ ദിവസവും ടെൻ്റ് അടിക്കണത് കാണാൻ എടുത്തിട്ടത്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ്, വേറെ വിശേഷങ്ങളൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ 6 മണിക്ക് വീഡിയോ ചെയ്യുന്നുണ്ട്, ഒരു സീരീസ് പോലെ. സോ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ് ഫ്രണ്ട്സിനൊക്കെ. നാളെ കാണാം 6 മണിക്ക്. ബൈ.